എല്ലാവരോടും അസ്സലാമു അലൈക്കും. പിന്നെ ടിക്ടോക്കിൽ ഒരു പെണ്ണുണ്ട് കേട്ടോ, അവളെ പേരെന്താ സുഹറ. അവൾക്ക് 43,000 വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അവൾ ഭയങ്കര എന്താ സംഭവമാണല്ലോ, എന്തോ ആയിട്ട് ഭയങ്കര പാട്ടൊക്കെ പാടുന്നുണ്ട്. അവളെ നോൺ വോയിസ് പാടിയിട്ട് അന്ന് കേട്ടാൽ ഭയങ്കര സന്തോഷമായി. അവളെന്തോ ഭയങ്കര സംഭവമായിട്ട് സുഹറ അവളെ പേരിട്ടോ. അവൾ ലൈവ് ഇട്ടിട്ട് എന്നോട് ഇറങ്ങിപ്പോന്നൊക്കെ ഇറങ്ങിപ്പോയിക്കോളാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവൾ പറഞ്ഞത് കാര്യങ്ങളാണ്. ഇവളാരാ ഇവളാരാ എനിക്ക് 43,000 വ്യൂവേഴ്സ് നോക്ക് എങ്ങനെ വന്നു. ഈ വ്യൂവേഴ്സ് അവളെ ഫോളോ ചെയ്തിട്ട് അവൾക്ക് വന്നതെന്നുള്ളത് ഇവൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെ അൺഫോളോ അടിച്ചാൽ കഴിഞ്ഞു അവളെ കത്തിക്കൽ. അപ്പോൾ ഞാൻ അതിനെക്കൊണ്ട് പറഞ്ഞതാണ്. അവൾ ഭയങ്കര സംഭവമാക്കൽ. എന്താ ഇപ്പോൾ അവളോട് ഞാൻ പറയാം. അവൾക്ക് 43,000 വ്യൂവേഴ്സ് ഉണ്ടല്ലോ. ഈ വ്യൂവേഴ്സൊക്കെ പാടെ കൊണ്ടുപോകും ഓളെ മയ്യത്തും പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പള്ളിക്കാട്ടിലേക്ക്. എന്നിട്ട് വ്യൂവേഴ്സ് എല്ലാവരും അവിടുന്ന് ഓൾക്ക് വേണ്ടി തോർക്കും. പടച്ച റബ്ബേ ഇവളെ നീ സ്വർഗത്തിലെത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ വ്യൂവേഴ്സുകളൊക്കെ. ഇവൾക്കൊന്നും ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ലല്ലോ. ഞാൻ അതാണ് ആലോചിക്കുന്നത്. വേറൊന്നുമില്ല, അവളോടിക്കൊരു ദേഷ്യമില്ല കേട്ടോ. എൻ്റെ സിസ്റ്ററെ മാതിരി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അവൾ എന്താ പറയുക, അവൾക്ക് അതിനകത്രം വ്യൂവേഴ്സ് നോക്കുന്നുണ്ട്. അത് എനിക്ക് ആ വ്യൂവേഴ്സ് കിട്ടണമെങ്കിൽ അറിഞ്ഞൂടെ ഞാൻ ആരാന്നുള്ളതൊക്കെ. ഇവിടെ ആരുമല്ല, റബ്ബിൻ്റെ മുമ്പിൽ റബ്ബ് മാത്രം, വേറെ ഒരാളും ഇല്ല. ആ മുകളിലുള്ള റബ്ബല്ലാത്ത വേറൊരാളും ഇല്ല. ഇവർക്ക് വ്യൂവേഴ്സും ഇതൊക്കെ കിട്ടി മറ്റേ മറിച്ചെന്ന് പറയും. ഇവളെന്ത് വ്യൂവേഴ്സ്? ഞാൻ നിൽക്കണ ഇവിടെ UAE-ലാണ്. ഈ UAE-ൽ ഉള്ള ഷെയ്ഖുമാരെന്ത് ഇവിടെ ആരുമല്ല, ഇവിടെ റബ്ബ്. ആ ഷെയ്ഖുമാർ വരെ ഓരോ നമസ്കാരം ഓരോ റക്കാത്ത് കള്ളാവ് വിട്ടാതെ അവർ നിസ്കരിക്കുക അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ പറയും. എല്ലാ റക്കാത്തും അവർ നിസ്കരിക്കുക. ഓർക്ക് റബ്ബാണ് വലുത്, ഇവൾക്ക് വ്യൂവേഴ്സാണ് വലുത്. അൺഫോളോ അടിച്ചങ്ങോട്ട് വിട്ടാൽ കഴിഞ്ഞ് ഇവളൊക്കെ കത്തിക്കൽ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ചോദിച്ചാൽ ഇവള് ഭയങ്കര സംഭവം. ഇവള് പാടുണ്ട് അങ്ങനെ. ഇവള് സോറിയാ, ഇവള് മ്യൂസിക് ഇട്ടിട്ടാണ് പാടണത്. ഇവള് ഇപ്പോൾ പാടണ പാട്ട് ഏതാ? പാടി ബിലാൽ എന്ന പൂങ്കുയിൽ. ഇവള് ഓൺ വോയിസിന് പാടട്ടെ, ഇവള് പാടിയിട്ട് ഒന്ന് കാണിച്ചിട്ടെ. ഞാൻ 2 വരി വേണമെങ്കിൽ നിങ്ങൾക്ക് പാടിത്തരാം. പാടി ബിലാൽ എന്ന പൂങ്കുയില് നല്ല പാവനദീ നിന്റെ തേനിശല്. അങ്ങനെയാണ് ഈ സാധനം വരുന്നത്. ഞാൻ പാടിത്തരാം. ഇവിടെ വന്നോട്ടെ. ഇവിടെ ഏത് പാടണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ഇവിടെ ഞാൻ വിളിക്കല്ലോ കേട്ടോ. ഇവിടെ വലിയ എന്തോ ഒരു സംഭവമായിട്ട് ഇവൾക്ക് ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ട്. ഇപ്പോൾ 43,000 വ്യൂവേഴ്സൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വ്യൂവേഴ്സ് ഇടുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു പാട്ട് ഞാൻ പാടിത്തരാം. ഇപ്പോൾ അതേമാതിരി ഒന്ന് പാടിയിട്ട് ഇവിടെ ഞാൻ വിളിക്കല്ലേ. ഇവിടെ എൻ്റെ സിസ്റ്റർ തന്നെയാണ്. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഒരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തിയ കാൽത്തലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ ആറ്റൽ റസൂലിനെ ഓത്തിനായി തെറ്റിപ്പോയ ആറ്റൽ റസൂലിനെ ഓത്തിനായേ അയച്ചില്ല. അങ്ങനെയാണ് അടുത്ത വരി. എനിക്ക് ഫുള്ള് കിട്ടില്ല, ഞാൻ ചെയ്തുതരാം. ഓമനിക്കാൻ വാപ്പയില്ല, വാപ്പ ജീവിപ്പില്ല. ആ ഒരു സാധനമുണ്ട്. നബീൻ്റെ ഒരു പാട്ടുണ്ട്. ഇവള് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവള് വരട്ടെ. ഇപ്പം എനിക്ക് കിട്ടില്ല. ഞാൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അതിനെ കൊണ്ട് എനിക്ക് കിട്ടില്ല. നിങ്ങൾ ഈ മാലി ഇതൊന്നും കണ്ടിട്ട് നോക്കണ്ട. ഞാൻ ഇവിടെ UAE-ലാണുള്ളത്. ഇതൊക്കെ ഒരു ട്രെൻഡ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അപ്പോൾ കുറച്ച് വലിയ റിച്ച് ഒന്നുമില്ല, കുറച്ച് വാച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ. കണ്ണാട അപ്പം നിങ്ങൾ അയച്ച് വേണം കാണിച്ചുതരാം. കണ്ണാടങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രൊട്ടക്ഷനാണ്, വേറെ ഒന്നുമില്ല. കാരണം എനിക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി കൊണ്ടത്.
റിയാക്ഷൻ പറ്റിയാൽ ഈ കണ്ണിനൊക്കെ ചെറിയ പരിക്കുണ്ട്. കണ്ണിലേക്ക് പൊടി കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ണട ഇട്ടിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ വേറൊന്നുമല്ല, എൻ്റെ കണ്ണിന് ഈ ഇതിലേക്ക് പൊടി കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചൊറിച്ചിലെടുത്ത് നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ കണ്ണാടുന്നത്. അല്ലാതെ അഹങ്കരിച്ചിട്ടിടുന്നതല്ല. അതിനെക്കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനത്തെ ഷൂ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഷൂ അങ്ങനത്തെ കാര്യം. പിന്നെ അതേമാതിരി തന്നെ എനിക്ക് പറ്റിയതാണ് ഈ കാലിന് ആ ആക്സിഡൻറ്റിൽ തന്നെ പറ്റിയതാണ് ഈ കാലിന് വരും. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കമ്പിയാണ്. അപ്പോൾ ചെറിയ ആ ഒരു എന്താ പറയുക, നമ്മളൊരു ഞൊണ്ടലുമാരി ഉണ്ടാവില്ല, അതേമാതിരി എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ പഠിച്ചോൻ തരുന്നതാണ്. വലിയ അത് പഠിച്ചോനിക്ക് വിട്ടുകൊടുത്ത്. പക്ഷെ ഇവള് ഭയങ്കര അഹങ്കാരം. ഇവിടെ ഓൺ വോയിസ് വന്നോട്ടെ, ഞാൻ അവളെ വെല്ല് വിളിക്കില്ല. ഇവിടെ എൻ്റെ സിസ്റ്റർ തന്നെയാണ് ഈ സൂറ എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ വെല്ലല്ല വിളിക്കുന്നത്. ഇവിടെ ഓൺ വോയിസ് വരട്ടെ. ഓൺ വോയിസ് വന്നിട്ട് നമുക്കൊന്ന് പാടി വെക്കല്ലോ. എന്താ ഇപ്പോൾ അതും വലിയ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ പാടാൻ റെഡിയാണ്. ഇവിടെ കൂടെ ഞാൻ പാടാനും എല്ലാത്തിനും റെഡിയാണ്. ഓൺ വോയിസ് ഇവിടെ വരട്ടെ. എന്താ പറയുക, അഹങ്കരിക്കുക എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്. ഇതിലൊന്നും അഹങ്കാരത്തിലൊന്നും കാര്യം. കുറേ തലയിൽ തട്ടിട്ടിട്ടു മറ്റേ മക്കനങ്ങനെ കുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അഹങ്കാരം പറ്റൂല. ആളുകൾ നിന്നെ പിരിഞ്ഞാൽ ആ മണ്ണിൽ നീ തനിച്ചായാൽ മുൻകർ നക്കീറ് വരുന്നു, മൻ റബ്ബുക്ക ചോദ്യമിടുന്നു. ഉത്തരമില്ലെങ്കിൽ പിന്നെ എന്നും അതാവാണ് പൊന്നേ. ഇത്രേ ഉള്ളൂ സോറേ, നീയും ഞാനൊക്കെ. അത് അഹങ്കരിക്കല്ലേ. എൻ്റെ ഫോളോവേഴ്സിനെ കുറയ്ക്കാനോ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യണില്ല. അഹങ്കരിക്കരുത്. നീ ഒന്നുമല്ല, നീന്നല്ല ഞാനും നീയും. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള മൊത്തം ഈ ദുനിയാവിലുള്ള മൊത്തം ആളുകളും ഒന്നുമല്ല. മനസ്സിലാവണമെങ്കിൽ ഇനിയിപ്പോൾ ഹിന്ദിയിലേ പറഞ്ഞോ, ഹം और तुम सब लोग कोई भी आदमी नहीं है, वो पूरा इंसान है, एक आदमी है ऊपर, वो है बड़ा. ठीक है. നീ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു, യു ആർ me or all mans or girls is not is here is all going to. Okay. Assalamu alaikum.